വെൽക്കം ടു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഡയറീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് പൈസയ്ക്കല്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കല്ല, ഹാപ്പിനെസ്സിനാണ്. ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളുടെയും പുറകെ പോവാണ്. ശരിക്കും നമുക്ക് ഈ ഹാപ്പിനെസ് എവിടെ കിട്ടും? അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ഹാപ്പി ആയിരിക്കാം? എങ്ങനെ ഹാപ്പി ആയിരിക്കാം? ആക്ച്വലി നമ്മൾ എപ്പോഴും ചിന്തിക്കും, സപ്പോസ് എനിക്കൊരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാവും, അല്ലെങ്കിൽ ഞാനൊരു നല്ല വീട് വെച്ചാൽ ഞാൻ ഹാപ്പിയാവും, എനിക്കുള്ള ഒരു അസുഖങ്ങൾ അതെല്ലാം മാറി ഞാനൊരു ഹെൽത്തി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും, എൻ്റെ കടങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. പലർക്കും പലതായിരിക്കാം. പക്ഷേ ഇതൊന്നുമല്ല. ഹാപ്പിനെസ് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിലാണ്. ഹാപ്പിനെസ് ഇസ് വിതിൻ യു. ഈ ഹാപ്പിനെസ് ഇൻ വിതിൻ യു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പലവിടെയും കേട്ടിട്ടുണ്ടാവും. ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നല്ല. പക്ഷേ എങ്ങനെ ഈ ഹാപ്പിനെസ് കണ്ടെത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഹാപ്പിനെസ് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കേണ്ട ഒരു പ്രത്യേക തരം ഒരു വികാരമല്ല, ഒരു ഇമോഷനല്ല ഹാപ്പിനെസ്. നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഹാപ്പി ആയിരുന്നാൽ ഈ പറയുന്ന നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ കടം വീടുന്നതാവട്ടെ, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുന്നതാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട് കെട്ടുന്നതായിക്കോട്ടെ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലോട്ട് തന്നെ വന്നു ചേരും. അതിനാദ്യം നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. ഈ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ വൈബ്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഈ ഹൈ വൈബ്രേഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. പകരം നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മൾ നെഗ്ഗായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ലോ ആയിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലോട്ട് എത്തുകയില്ല. എന്നിട്ട് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഹാപ്പി ആവാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. അപ്പോൾ എങ്ങനെ ഹാപ്പി ആയിരിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മൈൻഡ് യുവർ മൈൻഡ് എന്ന് പറയാം. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ചിന്തകളെ എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം. പലരും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുവാണ്, എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. അത് മെജോറിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളായിരിക്കും. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തിലും ഏകദേശം 70,000 മുതൽ 80,000 വരെ തോട്ട്സാണ് ഒരു ദിവസം വരുന്നത്. അതിൽ ഒരു 80% മിക്കവാറും നെഗറ്റീവായിരിക്കും. നമ്മൾക്ക് ഇന്ന കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല പൊസിഷനിൽ എത്തിയില്ലല്ലോ, അങ്ങനെ മെജോറിറ്റിയും നെഗറ്റീവായിരിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ആ നെഗറ്റിവിറ്റി മാറ്റി നിങ്ങൾ ഫുൾ ടൈം ഫോക്കസ് ഹാപ്പിനെസ്സിൽ കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഓരോ തോട്ട്സിനെ കുറിച്ചും നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളറിയാതെ നിങ്ങളുടെ മൈൻഡിൽ അറിയാതെ പല പല ചിന്തകൾ വന്നു പോകരുത്. നിങ്ങൾ അങ്ങനെ വന്നു പോയാൽ പോലും നിങ്ങൾ പെട്ടെന്ന് ആ ചിന്തകളെ പിടിക്കണം. ആ ഒരു ചിന്തയെ അവിടെ പിടികൂടിയിട്ട് ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവാണല്ലോ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ഇടുന്നു. പകരം ആ ചിന്തിച്ച അതേ കാര്യം അത് പോസിറ്റീവായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സ്ഥിരമായി തലവേദനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തലവേദനയൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആ തലവേദന ഉള്ളതുകൊണ്ട് ഇനി തലവേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്പോണ്ടായി പോവും, അപ്പോൾ എനിക്ക് മാനേജറുടെ നിന്ന് വഴക്ക് കേൾക്കും. ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എനിക്ക് ആ ഒരു മൈഗ്രെയിൻ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് പെട്ടെന്ന് ഞാൻ തീർക്കുന്നു, മാനേജറുടെ കയ്യിൽ നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുന്നു. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര മോശമായ സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. സ്റ്റിൽ ആ ചിന്തയെ നിങ്ങൾ അവിടെ തന്നെ പിടികൂടി അതിനെ പോസിറ്റീവായി മാറ്റണം. പോസിറ്റീവായി മാറ്റുക എന്ന് വിചാരിച്ചാൽ
നേരെ ഉൾട്ട അടിക്കുക എന്നുള്ളതല്ല. നമ്മൾ അതേ സെയിം കാര്യം അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മാനേജറിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുക. ആ രീതിയിൽ ഓരോ തോട്ട്സിനെയും, അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. ചിലപ്പോൾ ഒരു 2 monthsനുള്ളിൽ നിങ്ങൾക്കൊരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബിൽഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ആ എമൗണ്ട് എന്തായാലും കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുക. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് കൊടുക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പ്രവൃത്തി ചെയ്യുന്നതും, അതിൽ നിങ്ങൾ ഹാപ്പി ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ തന്നെ, നിങ്ങളുടെ ചിന്തകളെ തന്നെ നിങ്ങൾ ഫുൾ ടൈം പോസിറ്റീവ് ആവാൻ നോക്കുക. എല്ലാവരും പറയും പോസിറ്റീവായി തിങ്ക് ചെയ്യണം, നെഗറ്റീവ് തിങ്ക് ചെയ്യരുത്, എപ്പോഴും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവ് തിങ്ക് ചെയ്യണം. പക്ഷേ ഈ പറയുന്ന പോസിറ്റീവായി എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളത് പലരും പറഞ്ഞു തരില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തോട്ട്സിനെ നമ്മൾ അവിടെ തന്നെ പിടിച്ചു നിർത്തി അതേ സെയിം കാര്യത്തിനെ നമ്മൾ പോസിറ്റീവായി, അല്ലെങ്കിൽ അത് പോസിറ്റീവായി സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക, അല്ലെങ്കിൽ ആ സമയത്ത് അത് പോസിറ്റീവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിലെ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു മാനേജർ അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും വന്ന് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിൽ അവരെല്ലാം പങ്കുചേരുന്നു, എന്നിട്ട് നമ്മൾ അതിനൊരു ട്രീറ്റിന് പോകുന്നു. ആ രീതിയിൽ നിങ്ങളിങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ പോസിറ്റീവായി സംഭവിച്ചാൽ നമ്മൾ ചെയ്യാവുന്ന കാര്യത്തിനെ വളരെ എക്സാജറേറ്റ് ചെയ്ത് ചിന്തിക്കുക. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, നെഗറ്റീവായി ചിന്തിച്ച് അതിനെ ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റിയിലോട്ട് പോയിട്ട് അങ്ങനെ സംഭവിച്ചാൽ എന്നിട്ട് നിങ്ങൾ ഫുൾ ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിലുള്ളത്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അത് മെൻ്റലി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി നമ്മളത് കംപ്ലീറ്റ്ലി ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മളതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക. ആ രീതിയിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് വരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ വരുന്ന നെഗറ്റീവ് തോട്ട്സ്, ആ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് പോസിറ്റീവ് തോട്ട്സ് ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ തന്നെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളിൽ നിങ്ങളോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവുമെന്ന് ചിന്തിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ ഹാപ്പി ആയിക്കഴിഞ്ഞാൽ അവ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അവ നിങ്ങളെ തേടി വരും. അപ്പോൾ എപ്പോഴും ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ നമ്മുടെ മൈൻഡിൻ്റെ പവർ നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ ഹാപ്പിനെസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഹാപ്പിനെസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ വിശ്വസിനെയും നമ്മളിലോട്ട് തന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫിലെ ഓരോ ദിവസങ്ങളും നിങ്ങൾ മാക്സിമം ഹാപ്പിനെസ് ആയിട്ട്, മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. ഓരോ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും ആ നെഗറ്റീവ് തോട്ട്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10 പോസിറ്റീവ് തോട്ട്സ് സെയിം റീസണിൽ തന്നെ കൊണ്ടുവരിക. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ഹാപ്പിനെസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നേ. നമ്മളീ പറയുന്ന 24/7 നമ്മൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും, ഡേ ടു ഡേ ലൈഫിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ ആ ചലഞ്ചസ് ഒക്കെ വരുമ്പോഴും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ഹൈ ആയിരിക്കണം. ഈ ഹൈ വൈബ്രേഷനിലായിട്ടുള്ള മണി, ഫെയിം, അതുപോലെ നമ്മുടെ റെക്കഗ്നിഷൻസ് എല്ലാം നമ്മളിലോട്ട് വന്നു ചേരും. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ ഈ ടിപ്സ് നിങ്ങളുടെ ലൈഫിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഇതുപോലെ ഒരുപാട് പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന, അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.